صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 61ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. തബാറക്കല്ലദീ ആ നന്മയേറിയവനാണ് അല്ലെങ്കിൽ മഹത്വമേറിയവനാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സിഫത്ത് അവന്റെ വിശേഷണം പറയുകയാണ്. എങ്ങനെയുള്ളവനാണല്ലതി ജഅല ബിസ്സമായി ആകാശത്തിൽ അവൻ ഉണ്ടാക്കി ബുറൂജൻ ഗ്രഹമണ്ഡലങ്ങൾ ഉണ്ടാക്കി. ഒരുപാട് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്ന വലിയ മണ്ഡലങ്ങൾ ഗ്രഹമണ്ഡലങ്ങൾ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ഒരു ശാസ്ത്ര സത്യം നമ്മുടെ നിരന്തരമായി നാം കണ്ടുകൊണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു ത്തിൽ കൂടി നമുക്ക് വെളിവാക്കി തരികയാണ്. അങ്ങനെയുള്ളവൻ തബാറക അങ്ങേയറ്റം നന്മയേറിയവനാകുന്നു അല്ലെങ്കിൽ മഹത്വമേറിയവനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആമുഖമായി പറയുന്നത്. വജഅല ഫീഹാ അതിൽ അവൻ ഉണ്ടാക്കി ആ നക്ഷത്ര ഗ്രഹമണ്ഡലങ്ങളിൽ അവൻ ഉണ്ടാക്കി സിറാജൻ ഒരു വിളക്കുണ്ടാക്കി എന്ന് പറഞ്ഞാൽ സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. സ്വയം പ്രകാശിക്കുന്ന വിളക്ക് അതാണ് സിറാജ്. അത് സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. വഖമറൻ മുനീറ പ്രകാശിക്കുന്ന ചന്ദ്രനെയും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശം തട്ടിക്കൊണ്ട് ആ പ്രതിഫലിച്ചുകൊണ്ട് പ്രകാശിക്കുന്നതാണ് ചന്ദ്രൻ. ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. അത് സൂര്യന്റെ പ്രകാശത്തിന്റെ പ്രതിഫലനമാകുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖമറൻ മുനീറൻ പ്രകാശിക്കുന്ന ഖമർ ചന്ദ്രൻ എന്ന് പറയുന്നത്. സിറാജ് എന്ന് പറഞ്ഞാൽ അത് വിളക്കെന്നാണ്. അതിന് നേർക്കുനേരെയല്ലാത്ത അതേ സ്വയം പ്രകാശിക്കുന്നത് മറ്റ് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് അത് ആ സൂര്യന്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് പ്രകാശിക്കുന്നത് അതാണ് ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഈ യാഥാർത്ഥ്യം പ്രപഞ്ച രഹസ്യങ്ങളെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതിന്റെയൊക്കെ ഉടമസ്ഥനും ഇതിന്റെ സൃഷ്ടാവും ഇതിനെയൊക്കെ നിർമ്മിച്ചതും അല്ലാഹുവാകുന്നു. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനെ മാത്രം ഭയപ്പെടണം. അവനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം. നിങ്ങളല്ലാതെ ഈ നിസ്സാരന്മാരായ അല്ലാഹുവിന്റെ സൃഷ്ടികളെ ആരാധിച്ചുകൊണ്ട് വഴിപഴവിലേക്ക് മറ്റപ്പെടാൻ പാടില്ലെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി ഈ അടിയാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രപഞ്ച രഹസ്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അവരെ കൃത്യമായ ഇസ്ലാം ദീനിന്റെ യഥാർത്ഥ പാതയിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.